ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പൊ ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് അഞ്ജു ആണ്. അഞ്ജു, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ അഞ്ജു, അഞ്ജു ഒരു സ്ഥലം എവിടാ? എന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പം എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? മാർക്കറ്റിംഗ് ഫുള്ള് ഡിജിറ്റലി ആണല്ലോ, ഡിജിറ്റൽ യുഗമാണല്ലോ, അപ്പൊ പിന്നെ അത് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പം അഞ്ജു നേരത്തെ എന്താ പഠിച്ചിരുന്നേ? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഓക്കെ ഓക്കെ, അവിടെ നിന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നേ അല്ലേ? അതെ. ഓക്കെ ഓക്കെ, അപ്പൊ കറന്റ്ലി ഇപ്പൊ എന്ത് ചെയ്യാ? കറന്റ്ലി ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. ഓക്കെ, കമ്പനി ഏതാണ്? കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എഡ്ജുവിൻ എന്നാണ് കമ്പനിയുടെ പേര്. അത് ആലിഞ്ചോടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അപ്പം വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കമ്പനിന്ന് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അവർ സപ്പോർട്ടീവ് ആണോ? കറക്റ്റ് ടൈമിൽ വർക്കൊക്കെ തരാറുണ്ടോ? കമ്പനി സപ്പോർട്ടീവ് ആണ്, വർക്കൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അഞ്ജുവിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയുണ്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ? ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, പ്രാക്ടിക്കലിലേക്ക് ഇപ്പൊ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ആപ്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട്? അതെ, പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടല്ലോ. ക്ലിക്ക് ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി കേട്ടേ? ഞാൻ ആദ്യം പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എന്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട് അവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു ഇത് നന്നായിരിക്കും, ഈ കോഴ്സ് എടുത്താൽ നന്നായിരിക്കും, അവോധ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇവിടെ പഠിച്ച വിത്ത് പ്ലേസ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തു, അങ്ങനെയാണ് അവോധയിലേക്ക് വന്നതല്ലേ? സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവോധ? സാറ്റിസ്ഫൈഡ് ആണോ? ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവോധയിലെ? ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു. റെക്കോർഡഡ് വീഡിയോസ് ആയിരുന്നെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അതിൽ നിന്ന് കിട്ടുമായിരുന്നു. പിന്നെ ബാക്കി നമുക്ക് സെൽഫ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്? ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വർക്ക് ചെയ്യുമ്പോ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ട്യൂട്ടർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, പ്രത്യേകം പറയണം. ഓക്കെ ഓക്കെ. അപ്പോ കോഴ്സ് എടുക്കുന്ന ടൈമിൽ എന്തായാലും ഫസ്റ്റ് ടൈമിൽ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്തായാലും കേട്ടാണ് 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ. ഓക്കെ, അപ്പം എന്താ ആദ്യം തോന്നിയിരുന്നത്? എന്താ ഈ 2800 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചെയ്താ അത് വെർത്തായിരിക്കും തോന്നിയിരുന്നോ? എല്ലാവരും അങ്ങനെ സംശയിച്ചിരുന്നു. കാരണം 2800 ആവുമ്പോ അതിനനുസരിച്ച് എന്തെങ്കിലും നമ്മുടെ എന്താ പറയാ, സാധാരണ ഈ കോഴ്സ് ഒക്കെ വലിയ എമൗണ്ടിനൊക്കെയാണല്ലോ പുറത്ത് ചെയ്യണത്. അപ്പൊ ഈ ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവോന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി ഡെവലപ്പ് ചെയ്തെടുത്ത് അങ്ങനെ പോവാന്ന് തോന്നുന്നുണ്ട്. കൊറോണയുടെ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കോഴ്സാണ്. കാരണം ആ ടൈമിൽ എല്ലാവർക്കും ഈ ഫിനാൻഷ്യലി അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. അപ്പോ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവർ സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പൊ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നവരെ? ഫാമിലിയുടെ സൈഡിൽ നിന്ന് ആദ്യമൊക്കെ ഇങ്ങനെ ഇതൊക്കെ സക്സസ് ആവുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇന്റേൺഷിപ്പ് കിട്ടിയപ്പോ ഏകദേശമൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകണ്ട്. ഇനിയിപ്പോ പ്ലേസ്മെന്റ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ഓക്കെ ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ സപ്പോർട്ടീവ് ആണ്. അപ്പോ അഞ്ജു ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക്സ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്.